ഡാ ഞാൻ നിനക്ക് എത്ര തരാനുള്ളേ? ആ ഇന്നലെ മേടിച്ചോട് കൂട്ടി 2700 രൂപ. എന്നാ അത്ര ഉള്ളോ? എടാ ആദ്യം തരാനുള്ള കാശ് എന്നിട്ട് നീ വർത്താനം പറ. 3000 രൂപയുണ്ട്, ബാക്കി നീ ചായ കുടിച്ചു. ആഹാ ഇതെന്നാ നിനക്ക് ഒരു ലോട്ടറി വല്ലതും അടിച്ചോ? ലോട്ടറി ഒന്നും അല്ല, അപ്പൂപ്പൻ്റെ നടിച്ചാ. അപ്പൂപ്പൻ്റെ ഇരുന്നോ? അതെങ്ങനെ? എടാ ഇപ്പോൾ എയുടെ കാലമല്ലേ, നമ്മൾ ചുമ്മാ പറഞ്ഞാൽ മതി, പണിയെടുത്തോളൂ, ക്യാഷ് ഒപ്പിച്ച് തരും. അങ്ങനെ കിട്ടുമോ? എടാ അമ്മ എനിക്കൊന്ന് പറഞ്ഞോടാ. എടാ അപ്പൂപ്പൻ വയ്യാതെ കിടക്കുവാണല്ലോ, പുള്ളി ഇടയ്ക്കിടയ്ക്ക് പുള്ളി ഒന്ന് ഹോസ്പിറ്റലിൽ കൊണ്ടുപോകാനൊക്കെ പറയും. ആ അത് ശരി, അപ്പൂപ്പനെ കൊണ്ട് ആശുപത്രിയിൽ പോയിട്ട് ഉണ്ടാകുന്ന പൈസ ഇതല്ലേ? നീ നല്ല കൊച്ചുപോനാണല്ലോടാ. അതങ്ങനല്ല മോനെ, പുള്ളി ആശുപത്രിയിൽ പോകുമെന്ന് പറയുമ്പോൾ ഞാൻ പറയും ആശുപത്രിയിൽ കൊണ്ടുപോകാതെ തന്നെ ഡോക്ടറെ കാണിക്കാമെന്ന്. അതെങ്ങനെ? എടാ അതിപ്പോൾ ഞാൻ അപ്പൂപ്പൻ്റെ ബുദ്ധിമുട്ടൊക്കെ ചോദിച്ച് മനസ്സിലാവും, എന്നിട്ട് ChatGPT ചോദിക്കും. ChatGPT അതിൻ്റെ മരുന്നും ചികിത്സയൊക്കെ എനിക്ക് കൃത്യമായിട്ട് പറഞ്ഞു തരും. ആ ബെസ്റ്റ്. എന്നിട്ട് തരുന്ന റിപ്പോർട്ട് കാണിച്ചിട്ട് പറയും ഡോക്ടർ ഓൺലൈനായിട്ട് തന്നതാണ്, ആ ഡോക്ടർക്ക് ഫീസ് ഉണ്ടെന്നും പറയും. ആ പൈസയാണ് ഇത്. എങ്ങനെയുണ്ട്? പാവ അപ്പൂപ്പൻ. എടാ അങ്ങേരുടെ ആരോഗ്യം വെച്ചുള്ള കളിയാ, എനിക്ക് കാശ് വേണ്ട. എന്ത് പാവം? എടാ അങ്ങേരുടെ ഇഷ്ടം പോലെ കാശുണ്ടാ, പിന്നെ പറയുന്ന മരുന്ന് ഞാൻ മേടിച്ചു കൊടുക്കുന്നില്ലേ, സേഫ് അല്ലേ? എടാ ഒരു ഡോക്ടർ തന്നെ ചെയ്യുന്നേ. അതിപ്പോൾ രോഗിയോട് കറക്റ്റ് രോഗവിവരങ്ങളൊക്കെ ചോദിച്ചിട്ട് അതിന് കൃത്യമായിട്ടുള്ള മരുന്ന് കുറിച്ച് കൊടുക്കും. ആ അതുപോലെ അല്ല കേട്ടോ നിൻ്റെ ഈ AI പരിപാടി. എടാ കാലം മാറി, ഇനിയിപ്പോൾ ഇങ്ങോട്ട് ഇതൊക്കെയാ, അവസരങ്ങൾ ഉപയോഗിക്കാൻ പഠിക്കണം. ഹലോ അച്ഛാ. എടാ ദ്രോഹി, നീ അച്ഛൻ എന്നാ മരുന്നാടാ വാങ്ങിക്കൊടുത്തേ? അത് ഗ്യാസിനുള്ള മരുന്ന്. ആര് പറഞ്ഞിട്ട്? അത് ഞാൻ ഗൂഗിൾ ചെയ്ത് ചോദിച്ചാ. എടാ ചങ്കിനുവേൻ എടുത്തിട്ട് ആശുപത്രി കൊണ്ടുപോകാനാണ് അച്ഛൻ നിന്നോട് പറഞ്ഞേ. അത് ഗ്യാസിൻ്റെ ആണെന്ന് പറഞ്ഞേ, അതാ ഞാൻ ഗ്യാസിനുള്ള മരുന്ന് മേടിച്ചു കൊടുത്തേ. എടാ നശിച്ചവനെ, അത് അറ്റാക്ക് വന്നതാ. അപ്പം മരിച്ചു, നീ അപ്പനെ കൊന്നേ.